ഇന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറയും. ടൈറ്റ് ചെയ്ത് പിടിക്കണേ, ടൈറ്റ് ചെയ്ത്. സംരക്ഷിക്കുക, സർക്കാർ നീതി പാലിക്കുക. സെക്രട്ടേറിയറ്റ് മാർച്ച് സഹകരണ സംഘങ്ങൾ കോൺഗ്രസ്സുകാർ വഞ്ചനയുടെ ബാങ്ക് 6 കോടി രൂപ അടുപ്പിച്ച് 6 കോടി രൂപ അതുണ്ടാക്കി ജനങ്ങളൊക്കെ 6 കോടി മേഖലയെ സംരക്ഷിക്കുക, മേഖലയെ സംരക്ഷിക്കുക. സർക്കാർ നീതി പാലിക്കുക, സർക്കാർ നീതി പാലിക്കുക. മേഖലയെ സംരക്ഷിക്കുക, തകർന്ന മേഖലയെ സംരക്ഷിക്കുക. സർക്കാർ നീതി പാലിക്കുക. കേരള ബാങ്ക് പരിശോധിക്കുക, പരിശോധിക്കുക. കൃഷിക ശക്തിപ്പെടുത്തുക. കഴിഞ്ഞ മാസം നടത്തിയ സമരം വ്യാജനാശങ്ങളുടെ അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ മാത്രമില്ലാത്ത രീതിയാണ് നീതിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല എന്ന നീതിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നീതിയാക്കി തടഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ പിണറായി സർക്കാർ മാത്രമാണ് നീതിയാക്കി തടഞ്ഞെടുത്തത്. ഒന്നാം പിണറായി സർക്കാർ തടഞ്ഞെടുത്തത് അതിന് അധികമായി നീതിയാക്കി പോലീസില്ലാത്ത മുഴുവനും അതിന് മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ കുടിശ്ശിയുണ്ട്. ആ കുടിശ്ശിയും അതോടെ സംരക്ഷിക്കുന്ന കുടിശ്ശിയും അനന്തരമായി മുന്നണിയുടെ സർക്കാർ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് കൂടുതൽ സൂചിപ്പിക്കില്ല. ദിവസമായി നടത്തിവന്ന പോരാട്ടങ്ങൾക്ക് ഈ ധർണയ്ക്ക് വന്ന സുഹൃത്തുക്കൾ അടുത്തോട്ട് വരിക. കേരള ബാങ്ക് രൂപീകരണത്തോടുകൂടി നമ്മുടെ മിസ്ലേനിയസ് സംഘങ്ങൾ കേരള ബാങ്കിൽ നിന്നും ഞങ്ങളെ മാറ്റപ്പെട്ടിരിക്കുകയാണ്. മിസ്ലേനിയസ് സംഘങ്ങളുടെ അപ്പെക്സ് സംവിധാനത്തിന് രൂപം നൽകുക, PSC നിയമന സംവരണം പുനഃസ്ഥാപിക്കുക, കളക്ഷൻ ഏജന്റുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കേരള ബാങ്കിലെ മിസ്ലേനിയസ് സംഘങ്ങളുടെ ഓഹരി തുക തിരികെ നൽകുകയോ നിക്ഷേപമാക്കി മാറ്റുകയോ ചെയ്യുക തുടങ്ങിയ
കേരള ബാങ്കിൻ്റെ പലിശ നിർണ്ണയത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ന് മിസ്ലേനിയസ് സഹകരണ സംഘങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ മാർച്ചും ധർണയും ഇവിടെ നടത്തുന്നത്. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കണമെന്നും എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും പല മേഖലകളിൽ നടത്തിയിട്ടുള്ള ആളുകളെ മുഴുവനും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ നെല്ലിമൂട് പ്രഭാകരനാണ്. അദ്ദേഹത്തെ സഹകരണ മിസ്ലേനിയസ് സഹകരണ സംഘങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സർവശ്രീ ശ്രീ ആൻസൽ എം.എൽ.എ, ശ്രീ വിൻസെൻ്റ് എം.എൽ.എ, അഡ്വക്കേറ്റ് ആന്റണി രാജു എം.എൽ.എ, ജമീല പ്രകാശം എക്സ്.എം.എൽ.എ, UR പത്മകുമാർ, CP ജോൺ, ഡോക്ടർ NM നായർ, KK ചന്ദ്രൻ തുടങ്ങിയ നേതാക്കന്മാർ, അഡ്വക്കേറ്റ് U മുഹമ്മദ്, ഉണ്ണിസാറ് തുടങ്ങിയ നേതാക്കന്മാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എത്താത്തവർ ഉടനെ എത്തിച്ചേരും. അവരെ മുഴുവനായി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ധർണയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മിസ്ലേനിയസ് സഹകരണ സംഘങ്ങളുടെ കോർഡിനേഷൻ്റെ നേതാക്കന്മാരായ MP സാജു, TS വിജയകുമാർ, മണ്ണാക്ക് ഷിഹാബുദ്ദീൻ, C ജയൻ, കല്ലട വിജയൻ, ദിനേശ് പെരുവണ്ണ, ശ്രീ സാബു ജോൺ തുടങ്ങിയവരെയും വിവിധ ജില്ലകളിൽ നിന്നിട്ടുള്ള ജില്ലാ പ്രസിഡന്റും കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ ഈ സമരത്തിന് മുൻനിരയിൽ വന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരികളായ സഹകാരികൾ വനിതാ സഹകാരികൾ അവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അവസരത്തിലൂടെ പങ്കെടുക്കുന്ന ഞങ്ങളുടെ അനുഭവം പ്രകടിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ധർണയ്ക്ക് വേണ്ടി ഞാൻ കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. വിജയിപ്പിക്കുന്നതിനും ധർണയിൽ പങ്കെടുക്കുന്നതിനും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹകാരികളെയും കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ധർണയിൽ പങ്കെടുക്കുന്ന ആറ്റിങ്ങൽ ഉണ്ണിസാറ്, കല്ലട വിജയൻ, കരമന ജയൻ, സാബു ജോൺ, പ്രസാദ് നാണപ്പൻ, KK ചന്ദ്രൻ എറണാകുളം, മണ്ണാക്ക് ഷിഹാബുദ്ദീൻ, CP തരിയൻ പെരുമ്പാവൂർ, A രാധാകൃഷ്ണൻ പാലക്കാട്, പുഴമലയ്ക്കൽ ബാബു, പാലക്കാട് ശ്രീ രാധാകൃഷ്ണൻ, ആലപ്പുഴ ശ്രീ പാന്നാർ മന്മഥൻ, മാളയമുട്ടം വിജയകുമാർ, ഇളമ്പ ഉണ്ണികൃഷ്ണൻ, ശ്രീ കരിങ്കുളം വിജയകുമാർ, ശ്രീ ലാൽ വീർണകാവ്, പ്രിയമുള്ള സഹോദരന്മാർ, എല്ലാ വിഭാഗം ജനങ്ങളെയും അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറെക്കാലമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സഹകരണ മേഖല ഇന്ന് വിശ്വാസ തകർച്ച നേരിടുകയാണ്. സഹകാരികളും ഗവൺമെൻറ്റുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ സജീവമായ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന സത്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. ഈ സത്യം കാണാതെ പോകാൻ പറ്റില്ല. നമ്മളൊക്കെ സഹകരണ മേഖലയിൽ ഒന്നായി എല്ലാ വിഭാഗം സഹകാരികളും ജീവനക്കാരും ഒന്നിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ബാങ്കുമായി ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളെ 16,000-ൽ അധികം വരുന്ന സഹകരണ സംഘങ്ങളെ രണ്ടായി കാണുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ തുടരുന്നത്. കരിക്കുളം റോഡിൽ കസേര ഇടാൻ പാടില്ല. ഇങ്ങോട്ട് സൈഡിലോട്ട് ഇങ്ങോട്ട് നീക്കിയിടും. റോഡിലൊന്ന് കസേര ഇങ്ങോട്ട് മാറ്റണം. കസേര ഇങ്ങോട്ടുണ്ട്. ഇപ്പോഴത്തെ റോഡിൽ നിന്ന് കസേര ഈ ഫുട്പാത്ത് ഇവിടെ പന്തൽ കെട്ടുന്നതിനോ ഫ്ലക്സ് വയ്ക്കുന്നതിനോ
ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനോ പാടില്ല എന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കത്ത് വന്നിട്ടുണ്ട്. നിയമം പാലിക്കുന്നവരാണ് നാം, നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഉത്തരവുകൾ പോലും നമുക്ക് പാലിക്കേണ്ടതായി വരും. സമരം എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, ജനാധിപത്യ ഭാരതത്തിലൊന്ന് കേരളത്തിലെ ഹൈക്കോടതി ഒരു പുനർചിന്തനം നടത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിനും അതിനുശേഷം ഇങ്ങോട്ടും കേരളത്തിലെമ്പാടും ഒട്ടനവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഒട്ടനവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ ജുഡീഷ്യറി സംവിധാനം മെച്ചപ്പെട്ടത്, പരിഷ്കരിക്കപ്പെട്ടത്. അപ്പോൾ ജുഡീഷ്യറിയിലുള്ളവരും ജനാധിപത്യ സംവിധാനത്തെ കാത്തുസൂക്ഷിക്കാനും ജനാധിപത്യപരമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ധീരമായ പോരാട്ടങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങളെ അണിനിരത്താൻ കഴിയുന്ന, ബോധവൽക്കരണം നടത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് കേരള ഹൈക്കോടതിയും അതിൻ്റേതായ പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. എന്നാലും കോടതിയുടെ ഉത്തരവ് എന്ന നിലയിൽ നമ്മളത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഞാൻ കസേരകൾ റോഡിലോട്ടിടരുത് എന്ന് പറഞ്ഞത്. ഇപ്പൊ കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നമ്മളെ അവഗണിക്കുന്നു എന്നത് പറയാൻ കേരളത്തിലെ സർക്കാരുകൾക്കോ കേരളത്തിലെ സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന സംഘടനകൾക്കോ കഴിയുന്നില്ല. ഇവിടെ ജീവനക്കാരെയും സംഘങ്ങളെയും പാർട്ടായി തരംതിരിച്ചുകൊണ്ട് അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുന്ന ഒരു പുതിയ സമീപനം ആരംഭിച്ചിരിക്കുകയാണ്. കേരള ബാങ്കിൽ സി ക്ലാസ് അംഗത്വം വരെ നൽകി, എ ക്ലാസും തന്നിരുന്നു. സി ക്ലാസ് അംഗത്വം നൽകിക്കൊണ്ട് നമ്മുടെ ഡെപ്പോസിറ്റുകൾ, നമ്മുടെ ഷെയറുകൾ, ജീവനക്കാരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകൾ, വിവിധ ക്ഷേമ പദ്ധതികളുടെ ഡെപ്പോസിറ്റുകൾ തുടങ്ങി എല്ലാം തന്നെ കേരള ബാങ്കിലാണ്. ആ കേരള ബാങ്കിലെ 1608 പാക്സ് അംഗങ്ങൾക്കും 59 അർബൻ ബാങ്കുകൾക്കും മാത്രമായി കേരളത്തിലെ 16,000-ഓളം വരുന്ന സംഘങ്ങളുടെ ഫണ്ട് പണമെടുത്ത് ഉപയോഗിക്കുകയാണ്. നമ്മൾ കൊടുത്ത 500-600 കോടി രൂപ ഷെയർ അവിടെ കിടപ്പുണ്ട്. അതിങ്ങോട്ട് തരില്ല എന്നാണ് കേരള ബാങ്ക് പറയുന്നത്. ഷെയറുകൾ തരില്ല. നമ്മുടെ ഷെയറുകൾ, ഡെപ്പോസിറ്റുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കൂട്ടരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നത് നീതിയുക്തമാണോ എന്ന് പരിശോധിക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് സംഘടനകൾ, പാക് സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നൊരു പുനർചിന്തനം അത്യാവശ്യമാണ്. നിങ്ങളോർക്ക് നോക്കൂ, 1969 സഹകരണ നിയമം വന്നപ്പോൾ നടപ്പിലാക്കിയ മിസലേനിയസ് സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ട് 55 വർഷം കഴിഞ്ഞിട്ട് പോലും കേരളത്തിൽ മാറി വന്ന ഭരണാധികാരികൾ, അതുപോലെ നമ്മുടെ സംഘടനകൾ, പാക് സംഘടനകൾ ഉൾപ്പെടെ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ സംഘടനകളും 1969 ശേഷം ഈ നിമിഷം വരെ മിസലേനിയസ് സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പരിഷ്കരിക്കാൻ എന്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞില്ല, ഒന്ന് പ്രതിഷേധിച്ചില്ല? നമ്മളെല്ലാം ഒന്നിച്ചാണല്ലോ പ്രവർത്തിച്ചിരുന്നത്. കേരള ബാങ്ക് വരുന്നതിന് മുമ്പ്, കേരള ബാങ്ക് വന്നതിന് ശേഷമാണല്ലോ നമ്മളെ പുറത്താക്കുന്നത്. നമ്മളെ കോടാനുകോടി രൂപ അവിടെ ഇത് തട്ടിക്കളിക്കുകയാണല്ലോ, നിങ്ങളത് ചെലവഴിക്കുകയാണല്ലോ. മിസലേനിയസ് സംഘങ്ങൾക്ക് ഓടി തരുന്നില്ല, ഓവർ ഡ്രാഫ്റ്റ് തരുന്നില്ല. ലഭിച്ചുകൊണ്ടിരുന്നത് കട്ട് ചെയ്യുന്നു, കുറയ്ക്കുന്നു, വീതം കുറയ്ക്കുന്നു. മിസലേനിയസ് സംഘങ്ങളിലെ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് 50% പബ്ലിക് സർവീസ് കമ്മീഷണർ നിയമന സംവരണം ഉണ്ടായിരുന്നു. അതെടുത്തു കളഞ്ഞപ്പോൾ ഈ സംഘടനകൾ എന്ത് ചെയ്തു? പാക് സംഘം എന്ത് ചെയ്തു? മറ്റ് സംഘടനകൾ എന്ത് ചെയ്തു? ഗവൺമെന്റ് എന്ത് ചെയ്തു? കാലാകാലങ്ങളിൽ മാറി വന്ന ഗവൺമെന്റുകളും അതുപോലെ സംഘടനകളുമൊക്കെ എന്ത് ചെയ്തു? മിസലേനിയസ് സംഘങ്ങൾ 50% സംവരണം എടുത്തു കളഞ്ഞു, അതിന് കൂട്ടുനിന്നു. കളക്ഷൻ ഏജന്റുമാരുടെ പ്രശ്നങ്ങൾ 1975 പുറപ്പെടുവിച്ച ഉത്തരവ് പോലും നടപ്പിലാക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. കളക്ഷൻ ഏജന്റുമാരുടെയും അപ്രൈസർമാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്ര സമയം വേണം ഗവൺമെന്റിന്? സഹകരണ പ്രസ്ഥാനം വിശ്വാസ തകർച്ച നേരിടുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ തകർച്ചയ്ക്ക് ഇടയാക്കിയത് എന്ന് പരിശോധിക്കണ്ടേ?
ആർബിട്രേഷൻ കേസുകൾ കെട്ടിക്കിടക്കുന്നു. 2.25 ലക്ഷത്തോളം ആർബിട്രേഷൻ കേസുകളിൽ നടപടി എടുക്കാതെയും കെട്ടിക്കിടക്കുകയാണ്. EP കേസുകൾ 1409 കേസുകളാണ് ആകെ തീർപ്പ് കൽപ്പിച്ചത് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക്. നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ആ നിക്ഷേപം വായ്പയായി വിതരണം ചെയ്തു കഴിഞ്ഞാൽ ആവശ്യമായ രേഖകളോടുകൂടി നിയമാനുസൃതമായ ജാമ്യ വ്യവസ്ഥകൾ സ്വീകരിച്ചുകൊണ്ട് വായ്പ കൊടുത്തു കഴിഞ്ഞാൽ ആ വായ്പ കൃത്യമായി ഈടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യുകയും തുടർന്ന് EP കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിയാണ് കേരളത്തിൽ സഹകരണ രംഗത്തുള്ളത്. പക്ഷേ സഹകരണ വകുപ്പും ഗവൺമെന്റും കുടിശ്ശിക പിരിച്ചു തരുന്നതിൽ കാണിക്കുന്ന അനാസ്ഥ, കുറ്റകരമായ അനാസ്ഥയാണ് ഇന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എത്രയോ കോടിക്കണക്കിന് രൂപ കർഷക കടാശ്വാസ കമ്മീഷന്റെ പേരിൽ കാർഷിക കമ്മീഷൻ എഴുതിത്തള്ളുന്നു. അത് സഹകരണ സ്ഥാപനങ്ങൾ കാത്തുക കൃത്യമായി കൊടുക്കുന്നുണ്ടോ? ഇനിയും 250 കോടിയിലധികം രൂപ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഈ ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഒട്ടനവധി കാര്യങ്ങൾ, ഞാൻ ദീർഘമായി പോകുന്നില്ല. ഇവിടെ കുടിശ്ശിക പിരിക്കുന്നതിന് ആർബിട്രേഷൻ കേസുകൾ ഫയൽ ചെയ്താൽ അതിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള കുറ്റകരമായ അനാസ്ഥ ഗവൺമെന്റ് ഒഴിവാക്കണം. സഹകരണ സംഘം രജിസ്ട്രാറുമായി കഴിഞ്ഞ ഡിസംബർ 28-ാം തീയതിയുമായി ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞത് സഹകരണ വകുപ്പ് ഈ സഹകരണ ഭവൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ്, ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് ഒരു 3 മാസം പൂട്ടിക്കിടന്നാലും കുഴപ്പമില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ അവിടെ ഇരിക്കുന്ന ജീവനക്കാരെ എല്ലാം സെയിൽ ഓഫീസർമാരായി റീഡിപ്ലോയ് ചെയ്തുകൊണ്ട് ഈ കുടിശ്ശിക യുദ്ധകാലാടിസ്ഥാനത്തിൽ പിരിച്ചെടുക്കുന്നതിനുള്ള ഒരു പരിശ്രമം സർക്കാർ നടത്തുമെങ്കിൽ ഈ സഹകരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾക്കും എനിക്കുമെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗവൺമെന്റും വായ്പയെടുത്താൽ തിരിച്ചടയ്ക്കേണ്ടതില്ല എന്ന ഒരു പൊതുവികാരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ പൊതുവികാരത്തെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വീട് ജപ്തി ചെയ്തുള്ള നടപടികളിലേക്ക് പോകണ്ടായിരുന്നു. ജപ്തി വിരുദ്ധ ബില്ല് പാസാക്കി. ആ ജപ്തി വിരുദ്ധ ബില്ല് സഹകരണ നിയമത്തിന് ബാധകമല്ല. അത് റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വഴി നടത്തുന്ന കാര്യങ്ങളാണ്. അവിടെയാണ് ജപ്തി സംബന്ധമായി 5 വർഷം ജപ്തി ചെയ്താൽ വസ്തു സൂക്ഷിക്കാനും അത് 1 രൂപയ്ക്ക് ഗവൺമെന്റ് ലേലത്തിലെടുക്കാനും തുടർന്ന് 5 വർഷം വരെ അവകാശികളോ അല്ലെങ്കിൽ ബന്ധുക്കളോ വന്നാൽ ആ വസ്തു തിരിച്ചു കൊടുക്കാനും ഒക്കെ കഴിയുന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് റവന്യൂ റിക്കവറി നിയമത്തിലാണ്. സഹകരണ നിയമത്തിൽ റവന്യൂ റിക്കവറി ഒഴിവാക്കിയിട്ടില്ല, ജപ്തി നടപടികൾ ഒഴിവാക്കിയിട്ടില്ല. ഇതെല്ലാം അറിയുന്ന സർക്കാരും സഹകരണ വകുപ്പും അക്കാര്യത്തിൽ ബോധപൂർവമായ മൗനം പാലിക്കുകയാണ്. അവർ വ്യക്തമാക്കുന്നില്ല കേരളത്തിലെ നിയമങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി പറയാനും വായ്പാ കുടിശ്ശികക്കാർ എത്രയും വേഗം കുടിശ്ശിക അടച്ചു തീർക്കണമെന്ന് പ്രഖ്യാപിക്കാനും കേരള ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരമായ കുടിശ്ശിക കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിലെ ഏതാനും കുറെ സംഘങ്ങളെ ദയാവധത്തിന് വിധിച്ചതുപോലെയാണ് ഗവൺമെന്റ് സമീപനം. സ്വയം നശിച്ചു പോട്ടെ എന്നാണ്. കുറെ സംഘങ്ങൾ സ്വയം നശിച്ചു പോട്ടെ എന്ന ചിന്താഗതിയാണ് സഹകരണ വകുപ്പ് വച്ചു വളർത്തുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ സജീവമായ ശ്രദ്ധ പതിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2-3 വർഷക്കാലമായി നാം നിരന്തരമായി നിവേദനങ്ങൾ നൽകുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ കേരള ബാങ്ക് നിലവിൽ വന്ന ഉടനെ ചെയ്തത് 7.25% നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് 7.25% പലിശക്ക് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് 6.25% കേരള ബാങ്കിൽ നിക്ഷേപിക്കണമെന്നുള്ള ആദ്യത്തെ തീരുമാനം. 7.25 കൊടുത്ത് സ്വീകരിക്കുന്ന നിക്ഷേപം 6.25% കേരള ബാങ്കിൽ നിക്ഷേപിക്കണമെന്ന് ആദ്യത്തെ തീരുമാനം വന്നപ്പോഴാണ് നമ്മളുടെ ഒരു കൂട്ടായ്മയെ പറ്റി ആലോചിച്ചത്. അന്ന് ആ പലിശ നിരക്ക് ഏകീകരിക്കാൻ കേരളത്തിലെ ബാങ്ക് സംഘങ്ങളോടും കേരളത്തിലെ തലയെടുപ്പുള്ള സഹകരണ രംഗത്തെ തലയെടുപ്പുള്ള നേതാക്കന്മാരോടും കോഴിക്കോട് കൃഷ്ണൻ നായർ, കരകുളം കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ അഭ്യർത്ഥിച്ചു. ഇക്കാര്യത്തിൽ സജീവമായി രംഗത്ത് വരണം, നിവേദനം കൊടുക്കണം, പ്രക്ഷോഭ രംഗത്തേക്ക് വരണം. പക്ഷെ അവരൊന്നും തയ്യാറാകാതെ വന്നപ്പോഴാണ് 10-41 ആളുകളെ കിട്ടിയ ആളുകളെ വിളിച്ചുകൂട്ടി സെക്രട്ടേറിയറ്റ് പടിക്കൽ നമ്മൾ ധർണയുമായി ആദ്യമായി ഈ കൂട്ടായ്മ രംഗത്ത് വന്നത്. അങ്ങനെ ഈ കൂട്ടായ്മ രംഗത്ത് വന്നതിന് ശേഷമാണ് സഹകരണ പ്രസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നൊന്നായി നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. പഠിച്ചപ്പോഴാണ്
നമ്മൾ എത്രയോ പിന്നിലാണ്. മിസ്ലേനിയസ് സംഘങ്ങൾ എത്രയോ കാലം പിന്നിലാണ്. ഒരു ആനുകൂല്യമില്ലാത്ത, ഒരു ദയ പോലും നൽകാത്ത, ഒരു സഹാനുഭൂതി നൽകാത്ത സഹകരണ വകുപ്പുകൾ ഓഫീസുകൾ, ലൈസൻസ് രജിസ്ട്രാർ ഓഫീസിലും ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലും പോയാൽ തികച്ചും ചിറ്റമ്മ നയത്തോടു കൂടിയുള്ള സമീപനം. എല്ലാ കാര്യത്തിലും ഉപനിബന്ധന കൊടുത്താൽ, ബൈലാ ഭേദഗതിക്ക് കൊടുത്താൽ, ഒരു പോസ്റ്റ് സാങ്ഷന് വേണ്ടി കൊടുത്താൽ എല്ലാം വളരെ മോശമായ സമീപനം. അപ്പുറത്തോ പാക് സംഘങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ വാരിക്കോരി കൊടുക്കുന്ന സമീപനം. ഇതൊക്കെ ശരിയാണോ? സമനീതിയും തുല്യനീതിയും ഒക്കെ പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ രണ്ടു തരം പൗരന്മാരെ, രണ്ടു തരം സഹകരണ മേഖലയെ സൃഷ്ടിക്കുക, അത് അഭികാമ്യമാണോ കേരളത്തിൽ? കേരളത്തിൽ എത്രയോ ദീർഘകാലമായി ഈ പ്രസ്ഥാനം, ഈ സഹകരണ മേഖല രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിതമായ പ്രവർത്തനം നടത്തിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ നിലനിർത്തി കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത, ഒന്നാം നമ്പർ ബാധ്യത സർക്കാരിനാണ്, സഹകരണ വകുപ്പിനാണ്. അവർ ആ ദൗത്യം ഏറ്റെടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായത്. നമ്മൾ പ്രക്ഷോഭ രംഗത്തേക്ക് വരാൻ കാരണം അതാണ്. അന്ന് തുടങ്ങിയതാണ് നമ്മുടെ പ്രക്ഷോഭം. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഈ വിശ്വാസ തകർച്ചയ്ക്കെതിരെ ശക്തമായ നിരന്തരമായ പോരാട്ടം ആവശ്യമാണ്. ആ പോരാട്ടത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 28-ാം തീയതി നടന്ന ചർച്ചയിൽ സഹകരണ സംഘം രജിസ്ട്രാർ കുറേ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. പല സംഘങ്ങളിലും അംഗങ്ങൾക്ക് സേവിങ്സ് ബാങ്ക് നിക്ഷേപം തുടങ്ങാൻ അനുവാദമില്ല. അത് അനുവാദം നൽകാമെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അനുവാദം വന്നിട്ടില്ല. പല കാര്യത്തിലുള്ള പ്രപ്പോസലുകൾ ഗവൺമെന്റ് അയക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 12-ാം തീയതി അത് ഗവൺമെന്റിന് അയച്ചു കഴിഞ്ഞു. നമ്മൾ മന്ത്രിയെ കണ്ടു പറഞ്ഞു, സഹകരണ സംഘം രജിസ്ട്രാർ അത് ഗവൺമെന്റിലേക്ക് പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്. അത് അടിയന്തരമായി അക്കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കണം. സഹകരണ വകുപ്പ് മന്ത്രിയെ നമ്മൾ കണ്ടു. 10-ാം തീയതി കഴിഞ്ഞ് അദ്ദേഹം ചർച്ചയ്ക്ക് സമയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള ബാങ്ക് അനുവർത്തിക്കുന്ന നയ സമീപനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ്, കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലുമായി സംസാരിച്ചു. അദ്ദേഹം നമുക്ക് 10-ാം തീയതി ഇപ്പോൾ സമയം തന്നിട്ടുണ്ട്. ഒരുപാട് സംഘങ്ങൾക്ക് ഓവർഡ്രാഫ്റ്റ് കൊടുക്കുന്നില്ല, കൊടുത്തത് കട്ട് ചെയ്യുന്നു, പ്രോജക്റ്റുകൾ നൽകുന്നില്ല. പുതിയ പ്രോജക്റ്റുകൾ നൽകിക്കൊണ്ട് പലിശ കുറഞ്ഞ പ്രോജക്റ്റുകൾ അംഗീകരിച്ചുകൊണ്ട് ഈ സംഘങ്ങൾക്ക് ആവശ്യമായ പദ്ധതി വീതം നൽകാൻ കേരള ബാങ്ക് തയ്യാറാവണം. എന്തായാലും 10-ാം തീയതി അദ്ദേഹം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി നിന്നാൽ ഒന്നും നടക്കില്ല. നിങ്ങൾക്കറിയാം, ഈ രാജ്യം ഇതുവരെ എത്തിയത്, നമ്മളെ കഴിഞ്ഞ തലമുറ നമ്മളെ ഇതുവരെ എത്തിച്ചത്, ഈ തലമുറ അടുത്ത തലമുറയെ കൊണ്ടെത്തിക്കേണ്ടത് ധീരമായ പോരാട്ടങ്ങളിലൂടെയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പോരാട്ടങ്ങൾ നിത്യസംഭവമാണ്. പോരാട്ടങ്ങളിലൂടെ മാത്രമാണ് ഇന്ത്യ രാജ്യം, കേരള രാജ്യം, ഈ സഹകരണ മേഖല ഉൾപ്പെടെ വിജയിച്ചിട്ടുള്ളത്. ആ വിജയത്തിലേക്ക് വീണ്ടും പടവുകൾ കയറി പോകണമെങ്കിൽ പോരാട്ടം, ശക്തമായ പോരാട്ടം, നിരന്തരമായ പോരാട്ടം അനിവാര്യമാണ് എന്നത് കണ്ടുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങളുടെ പല ആളുകളും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്. ശക്തമായി ആ പാർട്ടികളിൽ പ്രവർത്തിക്കണം. പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അറിയിക്കണം. അവരെ കൊണ്ട് അത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തണം. അധികാരം കിട്ടുമ്പോഴും ഇല്ലാത്തപ്പോഴുമൊക്കെ ഈ ഡിമാൻഡുകൾ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സംഘടനകളിലുമൊക്കെ ഉന്നയിച്ച് അത് ന്യായയുക്തമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് നടപ്പിലാക്കി കിട്ടാനുള്ള ബോധപൂർവമായ പരിശ്രമം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കടമയാണ്, ചുമതലയാണ്. അത് നിങ്ങൾ ചെയ്യണം. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരൻ സമരം വന്നാൽ INTUC, AITUC, UTC ഒക്കെ യോജിച്ച പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അധ്യാപക സർവീസ് സംഘടനാ മേഖലയിൽ ജീവനക്കാരെ പ്രശ്നം വന്നാൽ എല്ലാവരും യോജിച്ചു വരുന്നത് കണ്ടിട്ടില്ലേ? എന്തിനേറെ പറയുന്നു, MLA-മാരും MP-മാരുടെയും ഒക്കെ ശമ്പളം പരിഷ്കരിക്കാൻ അവരെല്ലാവരും യോജിച്ച് ബില്ല് പാസ്സാക്കുന്നത് നിയമസഭയിലും പാർലമെന്റിലും നിങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെന്താ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്പസമയം കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച്, ജാതിമത ചിന്തകൾ മാറ്റിവെച്ച് സഹകരണ മേഖലയെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏതാനും സമയം പങ്കാളികളാകാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. ഇവിടെ തികച്ചും ഒന്നുകൂടി പറയുന്നു, കക്ഷി രാഷ്ട്രീയമില്ല. ആവശ്യങ്ങൾ എന്താണ്? ആവശ്യങ്ങൾ അന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ, നമ്മളെ ബോധ്യപ്പെടുത്തും. സഹകരണ സംഘം രജിസ്ട്രാറുമായി നടന്ന ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു ആവശ്യം തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ പറയും ഇന്ന രീതിയിൽ തെറ്റാണ്, ഞങ്ങൾ അംഗീകരിക്കാം.
10-15 മിനിറ്റ് ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങൾ, തീർക്കാവുന്ന പ്രശ്നങ്ങൾ. കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശ്രീറാം കമ്മിറ്റിയുടെ ഒരു ശുപാർശ ഉണ്ടായിരുന്നു. ആ ശ്രീറാം കമ്മിറ്റിയുടെ ശുപാർശ അടിസ്ഥാനത്തിൽ കേരള ബാങ്ക് രൂപീകരിക്കപ്പെട്ടപ്പോൾ 14,000-ന് പുറത്തു വരുന്ന കേരളത്തിലെ മിസ്ലേനിയസ് സംഘങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചപ്പോൾ ശ്രീറാം കമ്മിറ്റി പറഞ്ഞു അവർക്കൊരു അപ്പക് സംവിധാനം വേണം. ആ അപ്പക് സംവിധാനം വേണമെന്ന് കേരളത്തിലെ പാക് സംഘടനകളോ അല്ലെങ്കിൽ ജനാധിപത്യ വേദികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ അവരുടെ നിവേദനത്തിൽ, അവരുടെ മെമ്മോറാണ്ടത്തിൽ, അവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ന സമരത്തിൽ ഉന്നയിച്ചിട്ടുണ്ടോ? ഇതുവരെ ഉന്നയിച്ചില്ല. പിന്നെ എവിടെയാണ് നമ്മൾ നിർത്താൻ പോകുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? കേരളത്തിൽ ഒരുപാട് ഫെഡുകളുണ്ട്, ഒരുപാട് അപ്പക് ഫെഡുകളുണ്ട്, അപ്പക് സംഘങ്ങളുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. കുറേ വെള്ളാനകളെ തീറ്റിപ്പോറ്റാനുള്ള അപ്പക് സംവിധാനം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ജില്ലാ സഹകരണ ബാങ്ക് വഴി, കേരള ബാങ്ക് ആരംഭിക്കുന്നതിന് മുമ്പ് ജില്ലാ സഹകരണ ബാങ്ക് വഴി കിട്ടിക്കൊണ്ടിരുന്ന നബാർഡിന്റെ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റുകൾ ഉൾപ്പെടെ പദ്ധതി വിഹിതവും ആനുകൂല്യങ്ങളും ഓടിയുമെല്ലാം ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന അപ്പക്സ് ബാങ്ക് വേണം കേരളത്തിൽ. കേരള ബാങ്ക് പോയി, നമ്മളെ വിട്ടു പോയി. കേരള ബാങ്ക് ഇപ്പം നമ്മുടെ കയ്യിലല്ല. ഇന്നലെയും മെനഞ്ഞാന്നും ഇറങ്ങിയ മാർച്ച് 1-ാം തീയതി തൊട്ട് ഇന്നലെ വരെ ഇറങ്ങിയ പലിശ പുതുക്കി പരിഷ്കരിച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതിൽ നമുക്കെവിടെ സ്ഥാനം? കേരള ബാങ്ക് സ്വന്തം നിലയിൽ പലിശ മുടക്കി. പലിശ നിർണയ കമ്മിറ്റി, ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ അധ്യക്ഷനായ പലിശ നിർണയ കമ്മിറ്റി നോക്കുകുത്തിയായി നിലനിർത്തിക്കൊണ്ട് കേരള ബാങ്ക് സ്വന്തം നിലയിൽ റിസർവ് ബാങ്കിന്റെ താല്പര്യത്തിനനുസരിച്ച് പലിശ നിർണയിച്ചു. എന്നിട്ടോ നമ്മുടെ പലിശ നിർണയ കമ്മിറ്റി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ മെനഞ്ഞാന്ന് കൂടി പുതിയ പലിശ നിരക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പലിശ നിരക്കും കേരള ബാങ്കിലെ പലിശ നിരക്കുമൊക്കെ തുല്യമാണ്. ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം, കേരള ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ചാൽ 0.5%, 0.5% പലിശ നമുക്ക് കൂടുതൽ തരും. അങ്ങനെ കൂടുതൽ തരുന്നത് കൊണ്ടാണ് കേരളത്തിലെ നിക്ഷേപകർ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലാണ്. ആ സഹകരണ ബാങ്കുകളുടെ നിക്ഷേപം ഇപ്പോൾ ഒന്നൊന്നായി പൊതുമേഖലാ ബാങ്കുകളിലും ന്യൂ ജനറേഷൻ ബാങ്കുകളിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇവിടെയും എല്ലാം പലിശ ഒന്നാണ്. കേരള ബാങ്കിലും പലിശ ഒന്നാണ്, സഹകരണ മേഖലയിലും പലിശ ഒന്നാണ്, ട്രഷറിയിൽ പലിശ ഒന്നാണ്, അപ്പുറത്ത് പലിശ ഒന്നാണ്. എല്ലായിടത്തും സഹകരണ മേഖലയിലെ ജനങ്ങൾ നിങ്ങൾക്കറിയുമല്ലോ, 0.5% പലിശ എവിടെ കൂടുതൽ കിട്ടുമെന്ന് നോക്കി നടക്കുന്ന നിക്ഷേപകരാണ് കേരളത്തിലുള്ളത്. അവരുടെ നിക്ഷേപമാണ് കേരളത്തിൽ ഈ സഹകരണ മേഖലയെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തകർക്കുകയാണ് കേരള ബാങ്കും ഗവൺമെന്റും ഈ പുതുക്കിയ പലിശ നിരക്കിലൂടെ. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. നമുക്കെല്ലാവർക്കും യോജിച്ചിരിക്കാം. കക്ഷി രാഷ്ട്രീയത്തിന് സഹകരണ സംഘങ്ങളിലെ ഭരണസമിതിക്കാരും ജീവനക്കാരും, ഭരണസമിതിക്കാർ മാത്രമല്ല, ഭരണസമിതിക്കാർ വരും പോവും. അവിടെ ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ സ്വീകരിക്കുന്ന സമീപനങ്ങളെല്ലാം ജീവനക്കാരൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ്, ജീവനക്കാരൻ്റെ ക്ഷേമൈശ്വര്യത്തിന് വേണ്ടിയാണ്. അത് മുഖവിലക്കെടുത്തുകൊണ്ട് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും യോജിച്ച പോരാട്ടത്തിലേക്ക് വരുമെങ്കിൽ കേരളത്തിലെ 14,079 സംഘങ്ങൾ ഒന്നിച്ചൊറ്റക്കെട്ടായി ആവശ്യപ്പെട്ടാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടുപോകാൻ കഴിയും. തെറ്റായ നിയമങ്ങൾ, തെറ്റായ ഉത്തരവുകൾ പിൻവലിപ്പിക്കാൻ കഴിയും എന്നതിന് യാതൊരു സംശയമില്ല. നമ്മൾ പിൻവലിപ്പിച്ചല്ലോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, ഈ കൂട്ടായ്മ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ്റുകൾ വരും പോവും, അതൊരു പ്രത്യേക സംവിധാനമാണ്. അത് ബ്യൂറോക്രസിയാണ് നയിക്കുന്നത്. അവിടെ കുറേ ആളുകളുണ്ട്, അവർ എഴുതി കൊടുക്കുന്നത് ഒപ്പിടുക എന്ന പ്രധാനപ്പെട്ട ചുമതലയാണ് പലപ്പോഴും മന്ത്രിമാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ നിവേദനങ്ങൾ, നമ്മുടെ സമര പോരാട്ടങ്ങൾ, അതിലൂടെ വേണം നമ്മുടെ ഡിമാൻഡുകൾ അധികൃതരുടെ കർണപടങ്ങളിലെത്താൻ. അത് എത്തിക്കാനുള്ള പോരാട്ടത്തിൽ അതിന് സഹകരിക്കാൻ ഈ പോരാട്ട ഭൂമിയിൽ എത്തിച്ചേർന്ന നിങ്ങളേവരെയും സംഘർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ധർണയെ അഭിസംബോധന ചെയ്യാൻ ബഹുമാനപ്പെട്ട മുൻ MLA അഡ്വക്കേറ്റ് ജമീല പ്രകാശം അവരുടെ ആദരപൂർവ്വം ബന്ധുവുമൊക്കെയായ ശ്രീ നെല്ലിമൂട് പ്രഭാകരൻ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഈ റോഡരികിൽ സംസ്കാരം, അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ, ഓരോരുത്തരുടെയും സാമ്പത്തികമായിട്ടുള്ള കഴിവുകൾ, ഇതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് കേരള ബാങ്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ മാത്രമായിട്ടുള്ള ബാങ്കിങ് സ്ഥാപനങ്ങൾ ഇവിടെ പോരാ. സാധാരണക്കാരന് മാത്രമല്ല, സാമ്പത്തികമായിട്ട് ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്നവനും
ഓടിച്ചെല്ലാനായിട്ട്, അവന് കയറി ചെല്ലാനായിട്ട്, അവൻ്റെ ആവശ്യങ്ങൾ നിരത്തി വയ്ക്കാനായിട്ട് ഞങ്ങൾക്കിന്ന് സമയമില്ല, നീ നാളെ വാ എന്ന് പറഞ്ഞ് അവനെ ആട്ടി പുറത്താക്കാതിരിക്കാനായിട്ട് എക്കാലവും നിലകൊണ്ടിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ എടുത്തു പറയേണ്ടുന്നവയാണ് ഈ മിസലേനിയസ് സഹകരണ സംഘങ്ങൾ. ഇവിടുത്തെ ബഹുമുഖമായ ആവശ്യങ്ങളെപ്പറ്റി ശ്രീ പ്രഭാകരൻ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അങ്ങോട്ടൊന്നും കയറി പറയുന്നില്ല. സമയത്തിൻ്റെ പരിമിതിയും ഒരുപാട് ആളുകൾ, നമ്മുടെ ബഹുമാനപ്പെട്ട MLA അടക്കം ഇവിടെ നമ്മളോട് ഒത്തൊരുമ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും അതുപോലെ തന്നെയിലും വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട CP ജോണേട്ടൻ, അദ്ദേഹവും ഞങ്ങൾ ഒരുമിച്ച് അപ്പുറത്ത് സമരം ഇരിക്കുകയായിരുന്നു. ജോണേട്ടൻ പറഞ്ഞു ഈ ഒരു സമരത്തിൽ ചാണ്ടി ഉമ്മനും പങ്കെടുക്കണം, ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ചുകൊണ്ട് വന്നിരിക്കും. അപ്പോൾ അദ്ദേഹം എന്നെ പല കാര്യങ്ങളും വഴി കാണിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ വഴി കൂടെ തന്നെ ഞാനും വന്നേക്കാം. അപ്പോൾ ഞാൻ അതുവഴി പെട്ടെന്ന് തിരിച്ചു പോകാനുള്ളതുകൊണ്ടാണ് എന്നെ ആദ്യം അദ്ദേഹം പ്രസംഗിക്കാൻ അനുവദിച്ചത്. നിങ്ങൾക്കറിയാം, സഹകരണ സംഘങ്ങൾ ഒരു നാടിൻ്റെ തന്നെ നട്ടല്ല. ആ നട്ടെല്ല് ഊരി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ നാടിന് ബലം നഷ്ടപ്പെട്ടതുപോലെ. കാരണം നട്ടെല്ലില്ലെങ്കിൽ മനുഷ്യന് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് സഹകരണ സംഘം എന്നുള്ള നട്ടെല്ല് ഊരി മാറ്റിക്കഴിഞ്ഞാൽ നാട് നശിക്കുന്നതിന് തുല്യമായി തീർന്നു. കേരള ബാങ്ക് ഉണ്ടാക്കുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ കേരള ബാങ്ക് ഉണ്ടാകുമ്പോൾ 1000-ൽ പരം അല്ലെങ്കിൽ 1400-ൽ പരം സംഘങ്ങളെ മാത്രം അബ്സോർവ് ചെയ്യും, ബാക്കിയുള്ളവരെ അനാഥരാക്കുകയും ചെയ്താൽ എന്താവും നാടിൻ്റെ അവസ്ഥ? 14,000-ഓളം മിസ്ലേനിയസ് സംഘങ്ങളാണ് ഇവിടെ അനാഥരായി തീർന്നിരിക്കുന്നത്. ആ അനാഥത്വം പരിഹരിക്കുവാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? സർക്കാരിന് തന്നെയാണ്. കാരണം സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് കേരള ബാങ്ക് ഉണ്ടായെങ്കിൽ ഈ സംഘങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും സർക്കാരിന് തന്നെയാണുള്ളത്. സർക്കാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇവരെ അനാഥരാക്കി വിടാൻ പാടില്ല. ഇപ്പോൾ ഒരു PSC നിയമനം അത് പുനഃസ്ഥാപിക്കേണ്ട ആവശ്യം, അതുപോലെ തന്നെ ഒരു അപ്പെക്സ് ബോഡി ഇല്ലാതെ എങ്ങനെയാണ് സംഘത്തിന് പ്രവർത്തിക്കാൻ പറ്റുക? ഇതിനു മുമ്പ് ജില്ലാ തലത്തിൽ അംഗങ്ങളായിരുന്നല്ലോ ഇവരൊക്കെ, ജില്ലാ ബാങ്കുകളിൽ. ഇപ്പം ഇവരെ പുറത്താക്കുന്നൊരു സാഹചര്യം. ഞാൻ ചോദിക്കുന്നത്, ഈ നാടിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത് ഈ സംഘങ്ങളാണ്. മിസ്ലേനിയസ് എന്ന് പറഞ്ഞാൽ സാധാരണ വളരെ കുറച്ച് നമ്പേഴ്സിന് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അല്ലെങ്കിൽ അജ്ഞാതമായ സംഘം അല്ലെങ്കിൽ അജ്ഞാതമായ നമ്പർ, മിസ്ലേനിയസ് എന്നുള്ള അർത്ഥമല്ല വരുന്നത്. ഈ 14,000-ഓളം പേര് അജ്ഞാതരാണെന്നാണോ സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രയധികം ആളുകൾ ഈ ഒരു സംഘങ്ങളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അവരെ മിസ്ലേനിയസത്തിന്റെ കൂട്ടത്തിലേക്കാണോ സർക്കാർ വിടുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരെ സംരക്ഷിക്കാൻ മാത്രമല്ല, ഇവരെ ഏറ്റവും മുൻപന്തിയിൽ എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. മിസ്ലേനിയസിന്റെ കൂട്ടത്തിലേക്ക് തള്ളിവിടുവാനല്ല, പ്രധാനപ്പെട്ട മാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഈ പേര് തന്നെ ശരിയല്ല എന്ന് ഞാൻ പറയും. മിസ്ലേനിയസ് സംഘം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ ശരിയല്ല. ഇവരാണ് 14,000-ൽ പരം സംഘങ്ങൾ. കേരള ബാങ്കിൽ 1,400 ഉള്ളൂ, അല്ലെങ്കിൽ 1,500 ഉള്ളൂ, അല്ലേ? 14,000-ഓളം ഉള്ള സംഘങ്ങൾ മിസ്ലേനിയസും 1,400 ഉള്ളത് മെയിനും. അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഈ 14,000 ബാങ്കുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യതയും സർക്കാർ നിർവഹിക്കണം. അതാണ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അങ്ങ് ചെയ്തതെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഓർക്കണം. എല്ലാവരെയും ഒന്നുപോലെ കരുതണം. അങ്ങനെ കരുതുവാൻ ഗവൺമെന്റിന് സാധിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് കേരള ബാങ്കിന്റെ സ്ഥാപനം പോലെ തന്നെ ഈ സംഘങ്ങളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത കൂടി സർക്കാർ ഏറ്റെടുക്കണം. അത് കേരള ബാങ്കിൽ ഉൾപ്പെടുത്തിയോ അതല്ല മറ്റൊരു മാർഗം എന്താണോ അത് സർക്കാരിന് നന്നായിട്ടറിയാം. അത് നിർവഹിച്ച് ഈ നാടിനെയും ഈ നാടിൻ്റെ വ്യവസ്ഥയെയും സംരക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ക്ഷണിക്കുകയും 2 വാക്ക് എന്നെക്കൊണ്ട് ഇവിടെ പറയുകയും ചെയ്ത സംഘാടകരോടും പ്രിയപ്പെട്ട CP ജോണോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ നേരിടുന്ന പ്രശ്നം ഈ ഓഡിയാണ്.
അല്ല, ഞാനിപ്പോൾ ബോർഡിൻ്റെ കാര്യം പറയുമ്പോൾ ബോർഡ് അവിടെ നിൽക്കല്ലേ, കേരള ബാങ്കെന്ന്. അതിന് താഴെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് തന്നെ എഴുതിയിട്ടുണ്ട് ഇല്ലേ? അല്ല, അവർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. കേരള ബാങ്ക് ചെറുതാ. വേണം ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എവിടെ ഉള്ളൂ? കേരള ബാങ്ക് ഇല്ല. കേരള ബാങ്ക് ഒരു കുട്ടപ്പനാണ്. കുട്ടപ്പൻ്റെ പേര് ശരിക്കും ഉണ്ണികൃഷ്ണൻ എന്നാണ്. അതുകൊണ്ട് ഞാൻ അവരെ പരീക്ഷിക്കാൻ ഈ സമയം ഉപയോഗിക്കുകയല്ല. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓടി പുനഃസ്ഥാപിക്കണം. 1. 2, കേരള ബാങ്ക് വന്ന സാഹചര്യത്തിൽ ജില്ലാ ബാങ്കുകളിലെ ആയിരക്കണക്കിന് വരുന്ന സംഘടന അവർക്ക് ജില്ലാതലത്തിൽ അപേക്ഷ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് എടുത്ത നയങ്ങളെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. വിമർശിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സ്നേഹിതന്മാരെ ഞാൻ ചുരുക്കുകയാണ്. എന്നെ ഇവിടെ ക്ഷണിച്ചതിന് നന്ദി. ഞാൻ നെല്ലിമുടിനോട് പറഞ്ഞു ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഡൽഹിക്ക് പോകാതിരുന്നതുകൊണ്ട് ഞാനിവിടെ വന്നു. ഞാൻ നിങ്ങളിൽ ഒരാളാണ്. ഞാനിവിടെ വന്ന് അഭിനന്ദിക്കാമെന്നത് നെല്ലിമുടിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയായിട്ട് നിൽക്കുകയാണ്. വേറെ ഒരു പണിയില്ല. അല്ല, അങ്ങനെ ചില അവതാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മുന്നോട്ട് പോവാം. ഇങ്ങനെ കുറെ അവതാരങ്ങൾ നമ്മുടെ നാട്ടിലില്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇത് തന്നെ ഒരു ജ്വരമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട്. മുന്നിലല്ല, പുറകിലുണ്ട്. ഞങ്ങളുടെ എല്ലാം CMB എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം അല്ലേ? ദശക്കണക്കിന് സംഘങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. കോപ്പറേറ്റീവ് ഉണ്ട്. ഇതിൽ 1600 കോടിയുണ്ട് നമ്മുടെ കാലിക്കറ്റ് ബാങ്കിൽ. ലാഡർ അത് സത്യത്തിൽ മിസ്ലേനിയസ് ആണല്ലോ. അതിൽ 600-700 കോടി രൂപ. അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാനിവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി ഒരു സഹകരണ സംഘം പ്രവർത്തകൻ എന്ന രീതിയിൽ, നിങ്ങളെപ്പോലെ തന്നെ തീ തിന്നുന്ന ഒരു സഹകരണ സംഘം പ്രവർത്തകൻ എന്ന രീതിയിലാണ്, സഹകാരി എന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അടുത്ത അവിടേക്ക് നമുക്ക് അപ്പം നോക്കാം. എന്തായാലും അടുത്ത ഗവൺമെൻറ്റിന് അവിടെ നിൽക്കട്ടെ. ഈ ഗവൺമെൻറ് ഇവിടെ ഭരിക്കുകയാണല്ലോ. അവരോട് ഈ കാര്യങ്ങൾ പറയുക എന്ന് മാത്രമാണ് നമ്മൾ ഔചിത്യമില്ലാതെ പറയുന്നത്. ശരിയല്ല. എന്തായാലും ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, സുഹൃത്തുക്കളെ, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ നബാർഡ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികൾ വഴി ഈ സഹകരണ മേഖലയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇന്നത്തെ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ജീവനാഡിയായിട്ടുള്ള സഹകരണ മേഖലയ്ക്ക് ഇന്നുണ്ടായിട്ടുള്ള ഈ തളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സത്വര നടപടികൾ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും തുടർന്ന് നടക്കുന്ന എല്ലാ സമര പരിപാടികൾക്കും നിങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനം ഉണ്ടാകുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. അടക്കമുള്ള ഭാരവാഹികളെ, സഹകാരി സുഹൃത്തുക്കളെ, ഇവിടെ നടന്നു വരുന്ന ഈ സമരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായിട്ടുള്ള നേതാക്കന്മാർ വളരെ വിശദമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. സഹകരണ മേഖലയെ തകർക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മിസ്ലേനിയസ് സഹകരണ സംഘങ്ങളുടെ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ഈ സമരവുമായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിരിക്കുന്നു. ഈ ആഴ്ച തന്നെ പുറത്തിറങ്ങിയ 1-ാം തീയതി പുറത്തിറങ്ങിയ ഉത്തരവ് സഹകരണ സംഘങ്ങൾക്ക് നൽകി വരുന്ന സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ കുറയ്ക്കുന്നത്. നമ്മളിവിടെ സഹകരണ മേഖലയെ തകർക്കരുത് എന്ന് പറയുമ്പോൾ സഹകരണ മേഖലയിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ എന്തൊക്കെ വഴികളുണ്ടോ അതിന് ഗവേഷണം നടത്തുന്നതിനായി സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഉയർന്നവർ മാറുകയാണ്. 14,000-ഓളം വരുന്ന സഹകരണ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് അവഗണനയും 1,400-ഓളം വരുന്ന ക്രെഡിറ്റ് സംഘങ്ങൾക്ക് മുൻഗണനയും തരുന്ന ഗവൺമെൻറ്റിൻ്റെ ചില നയങ്ങൾക്ക്
മാറ്റം വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മിസ്ലേനിയസ് സഹകരണ സംഘം അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഈ മാർച്ചും അതോടൊപ്പം തന്നെ ഈ ധർണയും നടക്കുന്നത്. ഇടപെടേണ്ട ഒട്ടനവധി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഈ സമരവുമായി മുമ്പോട്ട് പോകുമ്പോൾ അത് കേരളത്തിലെ വൃത്തശ്വാസം വലിക്കുന്ന ഒട്ടനവധി സംഘങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ തന്നെ ആവശ്യമായി മാറിയിരിക്കുന്നു. ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും അതിലെ എല്ലാമായി പ്രവർത്തിച്ചിരുന്ന മുസ്ലിം സംഘങ്ങളും ഇന്ന് പുറമ്പോക്കിൽ കിടക്കുന്ന അവസ്ഥയിലാണ്. മുസ്ലിം സഹകരണ സംഘങ്ങൾക്കെതിരെയുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ ധർണയിൽ പങ്കെടുത്ത ഇതിൻ്റെ ഉദ്ഘാടകൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സംഘടനകളിൽ നിന്നും പ്രതിനിധീകരിച്ചെത്തിയ വിവിധ നേതാക്കന്മാർ, വിവിധ സംഘങ്ങളെ പ്രതിനിധീകരിച്ച് സംഘങ്ങളിൽ നിന്നെത്തിയ സംഘം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, സംഘം ജീവനക്കാർ, കളക്ഷൻ ജീവനക്കാർ, മറ്റെല്ലാവർക്കും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പോരാട്ടങ്ങൾ തുടരുകയാണ്. ഇനിയും ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ വേണം ഈ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ. അതുവഴി കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ അത്താണിയായി ഇതിനെ പരിവർത്തിപ്പിക്കാൻ അതിനുവേണ്ടിയുള്ള പോരാട്ട ഭൂമിയിൽ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണയ്ക്കും മാർച്ചിനും എത്തിച്ചേർന്ന എല്ലാവരെയും കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ധർണ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.